അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഗ്രൂം ടു ബിയുടെ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവേദി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ 6 മന്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ 7 മന്ത് തുടങ്ങുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പ്രഗ്നൻസി ടൈമിലുള്ള ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നതും വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും. കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട് മുമ്പൊക്കെ, പക്ഷേ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഉപ്പാൻ്റെ വീട്ടിലെത്തി. എൻ്റെ കസിൻ്റെ മാരേജ് ആയിരുന്നു, അപ്പോൾ അന്നത്തെ ഗ്രൂമായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ഷെയ്ഡിലുള്ള കളറാണ് ഡ്രസ് കോഡ്. ഒരു മെറൂണും അല്ല, ഒരു ബ്രൗണും അല്ലാത്തൊരു ഷെയ്ഡ്. അപ്പോൾ എനിക്ക് മോക്കും എല്ലാം കൂടി ഒന്നിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഏകദേശം ഒരുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ വന്നപ്പോൾ തന്നെ എൻ്റെ മോള് സ്റ്റേജ് മറ്റൊരു ഡാൻസൊക്കെ തുടങ്ങി. അതിൽ മുന്നേ കുറച്ച് വന്നപാടെ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. മജ്ബൂസായിരുന്നു ഫുഡ്, ചിക്കൻ മജ്ബൂസ്. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറേ ഒന്നും എടുത്തിട്ടില്ല, കൂടുതൽ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റേജിൽ കയറി എല്ലാവരും ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ, കല്യാണ ചെക്കൻ ഗ്രൂം. അങ്ങനെ കേക്ക് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരൊന്നും കേക്കിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല, അവിടെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും ഫോട്ടോ എടുത്തു. എൻ്റെ ബ്രോ കല്യാണത്തിൻ്റെ ഗ്രൂം ട്യൂബിൻ്റെ തലേന്നായിരുന്നു കേട്ടോ വന്നത്. പെട്ടെന്ന് സർപ്രൈസായിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ് കോഡ്. എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് പ്രോസസ്സായിരുന്നു, അത് ഫുള്ളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് എല്ലാവരും ചെക്കൻ്റെ വായിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് ഇതൊക്കെ കാണലും വീഡിയോ എടുക്കലായിരുന്നു. അതിനുശേഷം നമ്മൾ കേക്കൊക്കെ തിന്നു. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ, ഒരു ബ്ലൂബെറി കേക്ക്. അതിപ്പോഴും ആ കേക്കിൻ്റെ ടേസ്റ്റ് വായിന്ന് പോകുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞു. എൻ്റെ മോളിങ്ങനെ ടയേർഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ എല്ലാവരും എൻ്റെ ആങ്ങളുടെ ഓള് കുട്ടിയാണ് കേട്ടോ. അവനിക്കന്ന് പനിയായതുകൊണ്ട് അത്ര ഡാൻസിനൊന്നും നിൽക്കില്ല, അല്ലെങ്കിൽ മെയിനായിട്ട് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. ഓരോരുത്തരിങ്ങനെ പരിചയപ്പെടുത്തണം, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് ഇടാൻ മടി. അല്ലാണ്ട് നമ്മളിങ്ങനെ ചെറുപറയെ എന്തെങ്കിലുമൊക്കെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരിചയപ്പെടുത്തുക, അതൊക്കെയല്ലേ രസം. പിന്നെ കുട്ടികളും എല്ലാവരും ഡാൻസും പാട്ടുമൊക്കെ തന്നെയായിരുന്നു. എനിക്ക് പിന്നെ അങ്ങനെ ഡാൻസൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങനെ സൈഡായിപ്പോയി. പിന്നെ എൻ്റെ മോള് പരമാവധി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ കസിൻ്റെ മോളാണ്. അവളൊപ്പം കൂടിയിട്ട് ഇവരെല്ലാം ഒന്നിച്ച് ഒരേ പ്രായക്കാരാണ് കേട്ടോ. ഓളപ്പുറം കൂടിയിട്ട് എൻ്റെ മോളിങ്ങനെ ഓരോന്ന് കളിക്കുന്നുണ്ട്. ഓള് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ അങ്ങ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോളും മോനും ആങ്ങളുടെ കുട്ടിയല്ലാണിത്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പിന്നെ ഫാമിലി ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ഫോട്ടോ ഒക്കെ ഞാനിതിൽ പരമാവധി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവേദി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.